ഈ ദുരന്തമുണ്ടായിടത്ത് ഒട്ടും പരിശോധന നടക്കാത്ത മേഖലകളിലേക്കാണ് ഇന്ന് പോകുന്നത് രക്ഷാപ്രവർത്തകർ. അത് ആർമിയുടെ ഹെലികോപ്റ്ററിൽ 12 സംഘമാണ്. അത് ആർമിയും ഒപ്പം ഫോറസ്റ്റും SOGയും അടങ്ങുന്ന സംയുക്ത സംഘം സൂചിപ്പാറയിലെ സൺറൈസ് വാലി മേഖലയിൽ അവിടെ നടന്നെത്താൻ പറ്റില്ല, എളുപ്പമല്ല അവിടെ പരിശോധന നടത്തുക. അവിടെ എയർലിഫ്റ്റിംഗ് പോലും ആകാശ നിരീക്ഷണം പോലും അസാധ്യമാണ്. അവിടേക്കാണ് ഈ ആർമി സംഘം ഒപ്പം SOGയും ഫോറസ്റ്റും പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ്. അല്പം സമയമായി ഇവിടെ മഴയുണ്ട്. IG ഉൾപ്പെടെ IG സേതുരാമൻ ഉൾപ്പെടെയുള്ള ആർമിയിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. രോഹിത് കേണൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ടേക്ക് കയറി നിൽക്കുകയാണ്. അധികം താമസിയാതെ കാലാവസ്ഥ തെളിയുമ്പോൾ ഹെലികോപ്റ്റർ എത്തിച്ചേരും. ഈ മേഖലയിലേക്കും അവിടെ തിരച്ചിൽ നടത്തും. ഏതായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരച്ചിലാണെന്ന് നേരത്തെ റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നു. കാരണം ആ മേഖലയിൽ മാത്രമാണ് ഇതുവരെ തെരച്ചിൽ നടത്താത്തത്. മറ്റു മേഖലകളിലൊക്കെ പലവട്ടം തെരച്ചിൽ നടത്തിയതാണ്. അത് മണ്ണുമാന്തി യന്ത്രങ്ങൾ, ഒപ്പം കഡാവർ ഡോഗ്, അതിനു പുറമെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ പലവട്ടം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ തെരച്ചിലിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. ഈ ദുരന്തമുണ്ടായി മുണ്ടകൈ ഒപ്പം ചൂരൽമല അടക്കമുള്ള മേഖലകളിലെ തെരച്ചിൽ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ആ സമയത്താണ് ഇപ്പോൾ ഹെലികോപ്റ്ററിലൂടെ നിരീക്ഷണം നടത്താൻ പോകുന്നത്. ഇതിൽ കാലാവസ്ഥ അല്പം മോശമായി തുടങ്ങിയെന്ന് തോന്നുന്നു. എങ്ങനെയാണ് നിരീക്ഷണം? ഇപ്പോൾ കാലാവസ്ഥ മാറുന്നു പ്രതീക്ഷിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ മടങ്ങിയെത്തും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരച്ചിലാണല്ലോ ഇത്. ആ മേഖലയിൽ മാത്രമാണല്ലോ ഇനി നമ്മൾ എത്തിപ്പെടാത്തത്. തീർച്ചയായും നമ്മൾ നേരത്തെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇത് കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ടുള്ള സെർച്ചാണ്. കുറച്ചുകൂടി സമയമെടുത്ത് നമ്മൾ ചെയ്യുന്നു. സ്പെഷ്യലായിട്ടുള്ള ഫോഴ്സസാണ് പോകുന്നത്. അവർ നേരത്തെ നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ റോപ്പ് വഴി താഴേക്ക് ഇറങ്ങേണ്ടി വരും. അതെ, വിഞ്ചിങ് എന്ന് പറയും. വിഞ്ചിങ് അവിടെ കുടുങ്ങി കിടക്കുന്നവരുടെ അതേപോലെ തന്നെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം. അത് ബോഡി കിട്ടുവാണെങ്കിൽ അവിടെ ലിഫ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള മിഷൻ എന്ന് പറഞ്ഞാൽ മൃതശരീരങ്ങൾ അവിടെ കിട്ടുവാണെങ്കിൽ അത് കൊണ്ടുവരിക എന്നാണ്. അതിനുവേണ്ടിയാണ് ഈ ദൗത്യമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ തെരച്ചിലുണ്ടാവും. അവിടെ സൂചനയുണ്ട് ദുർഗന്ധം വമിക്കുന്നു എന്നൊക്കെ. ഇങ്ങനെ ഇനി അവിടെ പോയി നോക്കിയാൽ അറിയത്തുള്ളൂ. കാരണം 15 കിലോമീറ്റർ ഉണ്ട്. 15 കിലോമീറ്റർ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കത്തില്ല. സമയമെടുത്ത് ഓരോ നോക്കി നമ്മുടെ ടീം 12 എണ്ണങ്ങളുണ്ട്. അപ്പുറത്ത് 2 കരകളായിട്ട്, ഒരു കരയിൽ 18, ഇപ്പുറത്ത് 18. അവർ നോക്കിയിട്ട് അതിൻ്റെ ഇന്ന് വൈകിട്ട് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നാളെ നമ്മുടെ പ്ലാൻ മാറും. തീർച്ചയായും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇതുവരെ ആർക്കും പരിശോധനയ്ക്ക് എത്താൻ പറ്റിയില്ല. കാരണം 15 കിലോമീറ്റർ നടന്നു പോകണം. ഗതാഗതമില്ലാത്തൊരു സ്ഥലമാണ്. ആ ഭൂമിശാസ്ത്രം കൃത്യമായി അറിയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. അതാണ് ഈ ആർമിയും പോലീസിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച SOG കമാൻഡേഴ്സ് പോകുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ 2 പേരെ കൂടെ കൂട്ടുന്നത്. ഏതായാലും ഇന്നത്തെ പരിശോധന കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ദിവസം പരിശോധന തുടരണമെങ്കിൽ ഇന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനം വൈകിട്ടോടെ ഉണ്ടാകും എന്നാണ് IG സേതുരാമൻ പറയുന്നത്.